ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷോൾ മടക്കി വെക്കാൻ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള 5 വഴികളാണ് കാണിച്ചു തരാൻ പോണേ. ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഷോളിൻ്റെ മെറ്റീരിയൽ അനുസരിച്ച് ഇഷ്ടമുള്ള മെത്തേഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ ഇതുപോലെയുള്ള ഷോളുകൾ എങ്ങനെ മടക്കി വെക്കാമെന്നാണ്. അപ്പോൾ ഇത് സാധാരണ പോലെ ഞാൻ കനം കുറച്ച് ഫോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഹാങ്ങറിൽ ഇതുപോലെ ഹാഫാക്കിയിട്ടിട്ട് നിങ്ങൾ തുണി അലക്കുമ്പോൾ എന്താ പറയുക ഉപയോഗിക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ, ആ ക്ലിപ്പ് ഒരെണ്ണം ഈ ഷോളുമ്മ കുത്തിയിടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഷോള് ഒഴുകി താഴത്തേക്ക് വീഴില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് 2-3 ഷോളുകൾ ഇതുപോലെ കോട്ടൻ്റെയോ ഷിഫോണിൻ്റെയോ ഇഷ്ടമുള്ള ഷോളുകൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഹാങ്ങറും ഇതുപോലെ തൂക്കിയിടാം. അപ്പോൾ വീതി കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടാം. ഇപ്പം ഞാൻ 3 ഷോളാണ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ക്ലിപ്പ് ചെയ്തിടുമ്പോൾ ഈ ഷോൾ വീണ് പോവില്ല. നമ്മൾ ചുരിദാറൊക്കെ തൂക്കണ പോലെ തൂക്കിയിടാം. അല്ലെങ്കിൽ നമുക്കിത് എന്താ ചെയ്യുന്നത് വെച്ചാൽ എളുപ്പവഴിയുള്ളത്, നമ്മുടെ കബോർഡിൻ്റെ ഡോറുമ്മേ നമുക്കൊരു ഹുക്ക്, ഒട്ടിക്കുന്ന ഹുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കാണെന്നുണ്ടെങ്കിൽ അതുമ്പോൾ പിടിപ്പിച്ചിട്ട് നമ്മുടെ ഈ ഷോളിൻ്റെത് ഇതുമ്പോൾ ഹാങ് ചെയ്തിടാം. കുറച്ച് ഷോളുകളെങ്കിൽ മെത്തേഡ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ സെയിം മെത്തേഡ് തന്നെ നമ്മുടെ ചുരിദാർ ഇപ്പോൾ മടക്കി നമ്മൾ ഹാങ്ങറിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ സെറ്റാണ് ഷോൾ എന്നുണ്ടെങ്കിൽ ആ ഷോൾ അതും ഇട്ടിട്ട് ഇതുപോലെ തന്നെ തുണിയുടെ നമ്മുടെ ക്ലിപ്പ് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഷോൾ താഴത്തേക്ക് വീണ് പോയില്ല. മെയിനായിട്ടും ഷോളാണ് എപ്പോഴും നമ്മുടെ ഈ സെറ്റിൽ നിന്ന് വീണ് പോകാൻ പതിവ്. അപ്പോൾ ഇതുപോലെ സെറ്റായിട്ട് നമുക്ക് ഷോളോട് കൂടി വെക്കാവുന്നതാണ്. അടുത്ത മെത്തേഡ് മൂന്നാമത്തേന്ന് പറയുന്നത് ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, കാരണം ഇത് ഷോൾ പിരിച്ച് വെക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിൽ ചിലപ്പോൾ എന്താ ചുളിവുകൾ വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർക്ക് ഇഷ്ടമില്ലാത്ത. പക്ഷേ എനിക്കിത് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണേന്ന്. അതിന് തന്നെ ഷോൾ 4ആയി മടക്കാം. അതിന് ശേഷം ഷോൾ ഇതുപോലെ ഹാങ്കർമ്മ കുറക്കുക. അത് കഴിഞ്ഞ് കയറ് പിരിക്കുന്ന പോലെ ഇതുപോലെ കണ്ടില്ലേ, ഒരു വശത്ത് എടുത്തിട്ട് പിരിക്കുക. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവാതെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാൻ അറിയുന്നില്ല. അപ്പോൾ അത് ഫുള്ള് അടി വരെ നമ്മൾ ഇതുപോലെ പിരിച്ചെടുത്തിട്ട് താഴത്ത് പതുക്കനെ ഒന്ന് കെട്ടിടുക. ജസ്റ്റ് ആ ഷോൾ കൊണ്ട് തന്നെ ഒരു കെട്ടിടുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പിരിക്കലാണ് ചെയ്യേണ്ടത്. വളരെ ടൈറ്റായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അതുമ്പോൾ ചുളിവുകൾ വരും. സോഫ്റ്റായിട്ട് പിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ചുളിവൊന്നും വരില്ല. നിർത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ചുളിവ് പഴയ പോലെ ആവും. ഷിഫോണിൻ്റെ നല്ല സോഫ്റ്റായിട്ട് ഷോളിൽ ഇതൊരു കുഴപ്പമില്ല. ഞാനിത് മെത്തേഡാണ് എൻ്റെ ഷിഫോൺ ഷോളൊക്കെ മടക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എനിക്കെന്തോ ഈ മെത്തേഡാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. കുറേ ഷോള് ഇതുപോലെ ഹാങ്കർ ആണെന്നുണ്ടെങ്കിൽ കുറേ ഷോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 5-6 ഷോൾ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് ഇതുമ്പോൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി ഷോളുകൾ ഞാൻ ഇതുപോലെ പിരിച്ചിട്ട് ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടു സ്ഥിരം എടുക്കുന്ന ഷോളുകൾ ഇതുപോലെ ഞാൻ ഹാങ്ങറുമ്മ പിരിച്ചിട്ടേക്കാണ്. അത് ആ കെട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾ ഈസി ആയിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങറുമ്മ റോഡും ഇടാം, അല്ലെങ്കിൽ ഡോറും ഇതുപോലെ തൂക്കിയിടാവുന്നതാണ്. ഓക്കെ, വേറൊരു വഴി എന്ന് പറയുന്നത് നമ്മളിതുപോലെ തന്നെ ഷോള് മടക്കിയെടുക്കാം. അതിനടുത്ത് 4ആയിട്ട് തന്നെ എടുക്കുക. അതായത് ഇങ്ങനെ മടക്കിയെടുത്ത് അത് ഹാഫാക്കുക. അപ്പോൾ നീളം കൂടുതലായിരിക്കുമല്ലോ, അതാണ് ഞാൻ 4ആക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ആക്കിയപ്പോൾ ഇത്രയും നീളമുള്ളൂ. ഇനി നമ്മൾ ഹാങ്ങറിൽ കോഡ് ഇതുപോലെ എന്താ പറയുക ഫ്രണ്ടിൽ കോഡ് ഇതിങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഒരു കണ്ടില്ല, ഒരു ലൂപ്പ് പോലെ വരും, കണ്ടില്ല ഇതുപോലെ വരും. അപ്പോൾ നമ്മളെ ബാക്കിൽ കിടക്കണ പീസ് എടുത്ത് മുൻപിൽ കോഡ് ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഷോൾ അധികം ചുളിയില്ല. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഈ മെത്തേഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എടുക്കാനും തിരിച്ചു വെക്കാനും എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അതിനെക്കാട്ടും എനിക്ക് എളുപ്പം പിരിച്ച് ഇടുന്ന മെത്തേഡ് എനിക്ക് ഈസി ആയിട്ട് തോന്നി. അല്ലെങ്കിൽ ക്ലിപ്പുമ്മ ഇടുന്നതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. ഇതെനിക്ക് കുഴപ്പമില്ല എന്ന് മാത്രം. ഇത് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോഴും ഒരു 3-4 ഷോൾ ഇതുപോലെ തന്നെ ഇടാം. ഷോളിൻ്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും അത് വരെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3-4 ഷോൾ എനിക്ക് ഇടാൻ പറ്റിയുള്ളൂ ഈ ഹാങ്ങറിൽ. അപ്പോൾ ഈ മെത്തേഡ് കുഴപ്പമില്ല. എനിക്കിത് കാണാൻ അത്ര ഭംഗി തോന്നണില്ല, ഇതെന്തോ അങ്ങനെ ചെയ്തപ്പോൾ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പക്ഷേ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നീറ്റായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിലോ. പിന്നെ ഉള്ളത് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുള്ള മെത്തേഡാണ്. ഇതുപോലെ നമുക്ക് റോൾ ചെയ്ത് ഷോൾ നന്നായിട്ട് കനം കുറച്ച് മടക്കി റോൾ ചെയ്ത് ബോക്സിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെക്കാൻ വേണമെങ്കിൽ. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് ഞാൻ ഷോളുകൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് അത് വെക്കാൻ പറ്റും. തിരിച്ചെടുത്ത് വെക്കാനും ഒക്കെ എളുപ്പമാണ്. ബോക്സിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് എത്ര എണ്ണം വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. ഷോളുകൾ എത്ര എണ്ണം വെക്കണമെന്ന് ഡിസൈഡ് ചെയ്യാം. ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് ഈ മെത്തേഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോക്സിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോക്സിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ അധികം എടുക്കാത്ത ഷോളുകൾ ഇതുപോലെ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ റോൾ ചെയ്തിട്ടല്ല, ഞാൻ നേരത്തെ കാണിച്ച പോലെ കയറ് പിരിക്കുന്ന പോലെ പിരിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഹാങ്ങർ ഇല്ല എന്ന് മാത്രം. നേരത്തെ കാണിച്ച പോലെ അതേ സെയിം സംഭവം തന്നെ, പക്ഷേ എന്താ പറയുക ഹാങ്ങർ ഇല്ലാതെയാണ് ഞാൻ പിരിച്ചെടുക്കുന്നത്. അപ്പോൾ ഷിഫോണിൻ്റെ ഷോളാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഒരു കുഴപ്പമില്ല, അത്ര ചുളിവൊന്നും വരില്ല. നമ്മളത് കുറച്ചൊന്ന് നിർത്തിയിട്ട് നമ്മൾ ഇട്ട് വരുമ്പോൾ അത് എന്താ പറയുക നന്നായിട്ട് ചുളിവ് പോകണ പോലെ എനിക്ക് തോന്നി. ഭയങ്കര ടൈറ്റായിട്ട് പിരിക്കരുത്, സോഫ്റ്റായിട്ട് പിരിച്ചെടുക്കുക.
അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതുപോലെ ബോക്സിൽ ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് കാണും ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറേ വഴികൾ പറഞ്ഞു, ഒരു 5 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിഷ്ടമുള്ളത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളെ ഷോളുകൾ ഓർഗനൈസ് ചെയ്യുക. എന്നിട്ട് മറക്കാണ്ട് കമൻസിൽ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.